പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വളരെ ടേസ്റ്റിയായ വെജിറ്റബിൾ ഫ്രൈ എഗ്ഗിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ ഒരു ഫ്രൈ എഗ്ഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ക്യാബേജിൻ്റെ പകുതി, ഒരു 4 ക്യാപ്സിക്കം, 3 പച്ചമുളക്, ഒരു വലിയ ക്യാരറ്റ്, പിന്നെ അതിൻ്റെ ഒരു പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പം ഇതെല്ലാം നീളത്തിലാട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനിയൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാട്ടോ എടുത്തേക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഒരു ഫ്രൈ എഗ്ഗിന് വെളുത്തുള്ളി ആട്ടോ കൂടുതലായിട്ട് വേണ്ടത്. വെളുത്തുള്ളി ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം, എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ചൈനീസൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇതിലേക്ക് ക്രഷ് ചെയ്ത് കൊടുക്കണം. ഇനിയും ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരുപാട് അങ്ങ് അടിച്ച് പതപ്പിച്ച് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മുട്ടയും ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ ചില്ലി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ സോയ സോസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. പിന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു വെജിറ്റബിൾസ് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ബ്രൊക്കോളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ, പച്ചമട്ടർ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൻ്റെ കൂട്ടത്തിൽ കൊടുത്തു വിടാനായിട്ടാണ്. ഇത് കറക്റ്റ് കോമ്പിനേഷൻ വരുന്നത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ആട്ടോ. അത് മാത്രമല്ല, നമുക്ക് അല്ലാതെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സിനൊപ്പവും രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ഫ്രൈ എഗ്ഗിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും ഇതൊരു ചൈനീസ് സ്ട്രീറ്റ് സ്റ്റൈൽ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. പച്ചക്കറികളും മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്